ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മുതൽ, അതായത് 7/9/2020 മുതൽ റേഷൻ വിതരണം തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളെ അറിയിക്കുകയാണ്. അതോടൊപ്പം ചെറിയ മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അതും ഇതോടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം ബെല്ലൈക്കണം ഓണാക്കി വെക്കുക. അപ്പോൾ നമുക്കറിയാം, ഓണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വളരെ ഗംഭീരമായിരുന്നു. ചില ആളുകൾക്ക് ഓണക്കിറ്റ് കിട്ടാൻ വഴുകി എന്നൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ റേഷൻ വിഹിതങ്ങൾ എല്ലാവർക്കും കിട്ടി എന്ന് പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതം ഇന്ന് മുതൽ, അതായത് 7/9/2020 തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് സംസ്ഥാന വിഹിതമായിട്ടുള്ള ഭക്ഷ്യസാധനങ്ങളാണ് ഓരോ കാർഡുകാർക്കും വിതരണം ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു കാർഡിൻ്റെ നമ്പർ പ്രകാരമോ അല്ല ഇപ്പോൾ റേഷൻ വിതരണം നടക്കുന്നത്. എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ റേഷൻ കടയിൽ പോയിട്ട് ആ വിഹിതങ്ങൾ വാങ്ങാവുന്നതാണ്. പ്രധാനമായും വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് APL കാർഡുകാർക്ക്, അതായത് നീല വെള്ള കാർഡുകാർക്ക് ഉണ്ടായിരുന്ന സ്പെഷ്യൽ അരി, ഒരു കിലോക്ക് 15 രൂപ നിലയ്ക്കുള്ള 10 കിലോ അരി ഉണ്ടായിരുന്നു. അത് ഈ സെപ്റ്റംബർ മാസം മുതൽ സംസ്ഥാന സർക്കാർ നിർത്തലാക്കിയിട്ടുണ്ട്. അത് ഇനി ലഭിക്കുകയില്ല എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അത് ഒരു സങ്കടകരമായ കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അത് വളരെ ആശ്വാസമായിരുന്നു APL കാർഡുകാർക്ക്, പ്രത്യേകിച്ച് വെള്ള കാർഡുകാർക്ക്. അവർക്ക് സ്പെഷ്യലായിട്ട് അവർക്ക് പ്രത്യേകിച്ച് റേഷൻ കാർഡിൽ അരി ലഭിക്കുന്നില്ല. കേവലം 2-4 കിലോ അരി കിലോക്ക് 10 രൂപ 55 പൈസ നിരക്കിലാണ് വെള്ള കാർഡുകാർക്ക് ലഭിക്കുന്നത്. വെള്ളക്കാർഡുകാരുടെ കാര്യം പറഞ്ഞാൽ മുതലാളിമാരല്ല വെള്ളക്കാർഡിൽ ഭൂരിഭാഗവും ഉള്ളത്. പുതിയ കാർഡ് ഒരാൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്നത് വെള്ള കാർഡായിട്ടാണ്. അപ്പോൾ അത്തരക്കാർക്ക് ഇപ്പോൾ ഈ ഒരു 4 കിലോ അരിയുമേ തൃപ്തിപ്പെടേണ്ട ഒരു അവസ്ഥ വരികയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വിതരണം ചെയ്യുന്നത് സംസ്ഥാന വിഹിതത്തിന് പുറത്ത് ഗരീബ് കല്യാൺ യോജന പദ്ധതി പ്രകാരമുള്ള കടലയോ പയറോ അതിൻ്റെ വിതരണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് ഈ മാസത്തെ വിതരണമല്ല നടക്കുന്നത്, മുമ്പുണ്ടായിരുന്ന മാസങ്ങളിലെ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ മാസത്തെയും കൂടി 3 കിലോ ആണ് ലഭിക്കേണ്ടത്. ഈ മാസത്തെ വിതരണം തുടങ്ങിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഗരീബ് കല്യാൺ യോജന പദ്ധതി പ്രകാരമുള്ള ഒരു വ്യക്തിക്ക് 5 കിലോ, ഒരു വ്യക്തിക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും ഉൾപ്പെടെ 5 കിലോ ധാന്യം വിതരണം തുടങ്ങിയിട്ടുണ്ട്. അതും സ്റ്റോക്കുള്ള കടകളിൽ മാത്രമാണ് വിതരണം നടക്കുന്നത്. സ്റ്റോക്ക് ഇല്ലാത്ത കടകളിൽ വന്നതിന് ശേഷമേ വിതരണം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ വിതരണം ഇപ്പം നടക്കുന്നുണ്ട്. മഞ്ഞ പിങ്ക് കാർഡുകാർക്കാണ് അതിൻ്റെ വിതരണം ഉള്ളത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിട്ടുള്ള ഇനി എല്ലാ മാസവും കിറ്റ് ലഭിക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ വിതരണം എന്ന് തുടങ്ങും എന്നൊരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും അടുത്ത ആഴ്ചകളിലൊക്കെയായിട്ട് അതിൻ്റെ വിതരണം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് ഇനി വൈകിയാലും സാധനം കിട്ടും എന്നുള്ളത് ഓണക്കിറ്റിൻ്റെ കാര്യത്തിൽ ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു കിറ്റും നമുക്ക് വരുന്നതോട് കൂടിയിട്ട് BPL കാർഡുകാർക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ APL കാർഡുകാരുടെ ഈ സ്പെഷ്യൽ അരി നിന്നതോട് കൂടിയിട്ട് അവർക്കൊരു ചെറിയ പ്രയാസമുണ്ട്. അപ്പോൾ APL കാർഡുകാർക്ക് സാധാരണ ലഭിക്കുന്നത്, നീല കാർഡുകാർക്കാണെങ്കിൽ 2 കിലോ അരിയാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. സബ്സിഡി നിരക്കിൽ 4 രൂപ അവർക്ക് ആ 1 കിലോത്തിനും നൽകേണ്ടി വരും. അതോടൊപ്പം ലഭ്യതയ്ക്ക് അനുസരിച്ച് 1 മുതൽ 3 വരെ ആട്ട ലഭിക്കുന്നുണ്ട്. അതാണ് നീല കാർഡുകാർക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം APL കാർഡിൽ ഉൾപ്പെടുന്ന നോൺ പ്രയോറിറ്റി വിഭാഗത്തിൽപ്പെട്ട വെള്ള കാർഡുകാർക്ക് ലഭിക്കുന്നത് കേവലം 2-4 കിലോ അരിയാണ്. അത് ലഭ്യതയ്ക്ക് അനുസരിച്ച് 4 കിലോ ആവുള്ളൂ, അല്ലെങ്കിൽ 2 കിലോ അരിയാണ് ലഭിക്കുന്നത്. അത് കിലോക്ക് 10 രൂപ 55 പൈസ നിരക്കിലാണ്. പിന്നെ ആട്ട ലഭ്യതയ്ക്ക് അനുസരിച്ച് 1 മുതൽ 3 വരെ ആട്ടയും ലഭിക്കും. ഇത് മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത് ഭക്ഷ്യസാധനമായിട്ട്. പിന്നെ ഇത് മണ്ണെണ്ണയാണ്. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ നിലവിൽ വിതരണം ചെയ്യുന്ന സ്പെഷ്യൽ അരി 15 രൂപ നിരക്കിൽ 10 കിലോ അരി അത് നിർത്തലാക്കിയതോടുകൂടി വേറെ ഒന്നും അവർക്ക് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇതിൻ്റെയൊക്കെ വിതരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് റേഷൻ കടകളിൽ പോയിട്ട് വാങ്ങാവുന്നതാണ്. നമ്മുടെ സൗജന്യ കിറ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. വിതരണം ഉണ്ടാവും. അത് എന്നാണ് എന്നുള്ളതൊരു തീരുമാനം നമ്മൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞവർക്ക് നിങ്ങളെ വ്യക്തമായിട്ട് ആ സമയത്ത് തന്നെ നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.